ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓവറോൾ മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അത്ര വലിയ ഒരു ഫോളിലേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രീവിയസ് നിഫ്റ്റിയുടെ ക്ലോസ് ആയിട്ടുള്ള 25,112 നിന്ന് 173 പോയിന്റ് ഡൗൺ ആയിട്ട് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് ഉണ്ടായത്. 24,939 നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. പിന്നീട് അത് 24,824 എന്നുള്ള ലോയിലേക്ക് പോവുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു റിക്കവറിയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് അതിൻ്റെ പ്രീവിയസ് ക്ലോസിൽ നിന്ന് ലോയിലേക്ക് പോയത് ഏകദേശം 288 പോയിന്റ് താഴെയാണ് പോയത്. അവിടെ നിന്നാണ് 100 പോയിന്റിന്റെ ഒരു റിക്കവറി ഉണ്ടായിട്ട് 24,971 ഇപ്പോൾ ക്ലോസ് ചെയ്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു റിക്കവറിയുടെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ എന്നിട്ട് പോലും നമുക്കറിയാം 25,000 മുകളിൽ നിഫ്റ്റിക്ക് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് അവിടെ നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു സത്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് നീളുന്ന ഒരു ക്ലോസിങ് 25,000 മുകളിൽ നിഫ്റ്റിക്ക് നൽകാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നിഫ്റ്റി ബുള്ളിഷ് ആയേക്കാം. പക്ഷേ ശക്തമായൊരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് 25,000-നും 25,200-നും ഇടയിൽ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഇന്ന് ഗ്ലോബൽ ക്യൂസിൽ വന്ന ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് അത് മാർക്കറ്റിൽ ഒരു റിക്കവറിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ 99 മുകളിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ 98 ലെവലിലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ US മാർക്കറ്റിൽ ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ US ഇൻഡെക്സുകളിൽ അത് വലിയ ക്രാഷിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതായിട്ടും കാണാം. ഇന്ന് പക്ഷേ നമ്മൾ ഫ്യൂച്ചേഴ്സിൽ കാണുന്നത് ഒരു ഘട്ടത്തിൽ പോസിറ്റീവായ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ അത് നെഗറ്റീവിലാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ അത് പലപ്പോഴും മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാർ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ അത് വീണ്ടും ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോഴും അത് 80 മുകളിലേക്ക് പോയിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ US ഇസ്രായേലിനോട് യോജിച്ചു നിന്നുകൊണ്ട് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഇന്ന് മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷ് ആവുമെന്ന് പൊതുവെ ഭയപ്പെട്ടിരുന്നെങ്കിലും ഇത്തരത്തിലുള്ളൊരു വലിയ ഫോൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇറാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഹോർമസ് കടലിടുക്ക് അടക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഹോർമസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അദ്ദേഹം പറഞ്ഞത് ഈ ഓയിൽ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ടെന്നും അതുകൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പല വിധത്തിലുള്ള സോഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽ സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ തോതിൽ ബാധിക്കില്ല എന്നുമാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്രൂഡ് ഓയിലിൽ ഇനിയൊരു വലിയ ഒരു അപ്സൈഡ് ഉണ്ടായാൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഡിക്ലൈൻ സ്റ്റോക്കുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 43% സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. 51% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും അത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ആ ഒരു ഫോള് ബാധിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുള്ളത്. എന്നാൽ മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ മൈക്രോ ക്യാപ്പിലോ അത്തരത്തിലൊരു ബുക്കിംഗ് നടന്നിട്ടില്ല. അവിടെ പോസിറ്റീവായിട്ടാണ് ഈ ഇൻഡെക്സുകളൊക്കെ ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സെക്ടർ ഇൻഡെക്സുകളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഡൗൺ ആയിട്ട സെക്ടർ IT സെക്ടറാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വന്ന സെക്ടറായിരുന്നു IT സെക്ടർ. അപ്പോൾ അവിടെയാണ് വലിയ തോതിലുള്ള ഒരു ഫോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1.48% ഒരു ഡൗൺ ആണ് IT ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയുക. ആ IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ജാൻഡ് സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഫോസിസ്, HCL ടെക്, OFSS, TCS പോലെയുള്ള എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ഡിക്ലൈൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡിക്ലൈൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ആക്സെഞ്ചർ എന്ന് പറയുന്ന US സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഫോളാണ്. ഏകദേശം 7% ഫോളാണ് ഇന്ന് നമുക്ക് ആക്സെഞ്ചർ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. ഇപ്പോൾ ആക്സെഞ്ചർ എന്ന് പറയുന്ന വേൾഡിലെ ലീഡിംഗ് IT സർവീസസ് അതുപോലെ കൺസൾട്ടിംഗ് ഫേം ആയിട്ടുള്ള ഈ സ്റ്റോക്കിൽ യഥാർത്ഥത്തിൽ Q3 റിസൾട്ട് വളരെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത റിസൾട്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡും അതുപോലെ സെക്ടർ സെൻറ്റിമെൻറ്റ്സും നെഗറ്റീവ് ആയതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്സെഞ്ചർ എന്ന് പറയുന്നത് 2024 ടൈം മാഗസിൻ്റെ ടോപ്പ് കമ്പനികളിൽ 2ാം സ്ഥാനത്ത് വന്ന കമ്പനിയാണ്. ആപ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡിലെ സെക്കൻഡ് ബെസ്റ്റ് കമ്പനി ആയിട്ട് നിൽക്കുന്ന കമ്പനിയാണ് ആക്സെഞ്ചർ. അപ്പോൾ അവരുടെ റവന്യൂ $17.7 ബില്യൺ
ഡോളറാണ് റിപ്പോർട്ട് ചെയ്തത്. അത് 17.3 എന്ന എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു റവന്യൂ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം AI റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, അതാണ് അവരുടെ റവന്യൂ വർദ്ധിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ മാർജിൻ ഡിക്ലൈൻ ചെയ്തിരുന്നു. അതുകൂടാതെ ഫ്യൂച്ചർ കമൻട്രി പ്രത്യേകിച്ച് പല ഇമ്പോർട്ടൻറ്റ് സെക്ടറുകളിലും അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. ഇതൊക്കെ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുകയും ആ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള സെൽ ഓഫ് നടക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഇന്ത്യയിലുള്ള കമ്പനികളിലും അതിൻ്റെ ഒരു റിയാക്ഷൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ യഥാർത്ഥത്തിൽ അക്സെഞ്ചർ ഇടപെടുന്ന അതേ മേഖലയിൽ ഇടപെടുന്ന കമ്പനികളാണ്, പ്രത്യേകിച്ച് US മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ അക്സെഞ്ചറിൽ ഉണ്ടായിട്ടുള്ള ഫോള് ഇന്ത്യൻ കമ്പനികളിലും ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളാണ് നമുക്ക് IT ഇൻഡെക്സിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. മാർക്കറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് വരാൻ പോകുന്നത് HDB ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ IPO ആണ്. 12,500 കോടിയുടെ വലിയൊരു ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. ഈ വരുന്ന 25-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഈ ഒരു IPO ഓപ്പൺ ചെയ്യുക. അപ്പോൾ 700 മുതൽ 740 രൂപ വരെയുള്ള ഒരു പെർ ഷെയർ ആ ഒരു പ്രൈസിലാണ് ഈ IPO വരുന്നത്. അപ്പോൾ HDB ഫൈനാൻഷ്യൽ സർവീസസ് HDFCയുടെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. പൂർണ്ണമായിട്ടും HDFC ഓൺ ചെയ്യുന്ന ഈ ഒരു കമ്പനി, ആ HDFC ആണ് അവരുടെ ഷെയറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വിറ്റുകൊണ്ട് ഈ NBFCയെ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏകദേശം 902 ബില്യൺ രൂപീസിൻ്റെ ലോൺ ബുക്കുള്ള ഒരു വലിയ കമ്പനി തന്നെയാണ് HDB ഫൈനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഇവരുടെ ഒരു പിയേഴ്സിന് നമ്മൾ കാണാൻ കഴിയുന്നത് ബജാജ് ഫിനാൻസ്, സുന്ദരം ഫിനാൻസ്, L&T ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യൽ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ശ്രീറാം ഫിനാൻസ് പോലെയുള്ള കമ്പനികളാണ്. അവർ ചെയ്യുന്ന അതേ ഫൈനാൻഷ്യൽ ബിസിനസ്സാണ് HDB ഫൈനാൻഷ്യൽസും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു HDB ഫൈനാൻഷ്യൽസ് ഇപ്പോൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അറ്റൻഷനിൽ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ അൺലിസ്റ്റഡ് ഷെയറുകളുടെ പ്രൈസിനേക്കാളും ഏകദേശം 40 മുതൽ 50% പ്രൈസ് കുറച്ചുകൊണ്ടാണ് ഇതിൻ്റെ IPO പ്രൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു IPO ആയിട്ടാണ് മാർക്കറ്റ് കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. HDFC ബാങ്കിൻ്റെ ഷെയർ കയ്യിലുള്ളവർക്ക് ഈ ഒരു IPO അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് റീറ്റെയിൽ കോട്ടയിലും ഈ പറയുന്ന ഷെയർ ഹോൾഡർ കോട്ടയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരേ പാൻ കാർഡിൽ നിന്ന് 2 ആപ്ലിക്കേഷൻ ആക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു HDB ഫൈനാൻഷ്യൽസിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2.26% ആണ് കാണാൻ കഴിയുക. അത് കുറച്ച് ഇമ്പ്രൂവ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രോഫിറ്റ് FY24 രേഖപ്പെടുത്തിയ പ്രോഫിറ്റിനേക്കാൾ താഴെയായിട്ടാണ് FY25 നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ ആണ്. പക്ഷെ നമുക്കറിയാം, അപ്പോൾ അത് മൊത്തത്തിൽ ഫൈനാൻഷ്യൽ ബാങ്കിങ് കമ്പനികൾ ഉണ്ടായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ HDFCക്ക് ഈ ഒരു HDB ഫൈനാൻഷ്യൽ സർവീസ് ഏകദേശം 94%-ലധികം ഹോൾഡിംഗ് ഉണ്ട്. അവരുടെ ആ ഹോൾഡിങ്ങിൽ നിന്നാണ് അവരിപ്പോൾ ഈ ഷെയർ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഹോൾഡിംഗ് 70% കുറയും. പക്ഷേ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ 70% ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനി HDFC തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രൊമോട്ടേഴ്സ് HDFC തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് IPO ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു IPOൻ്റെ ഒരു വാല്യുവേഷൻ നമ്മൾ മറ്റു കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു PE ഏകദേശം 27 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഇപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ 34 ആണ്, സുന്ദരം ഫിനാൻസിൻ്റെ 28 PE, അതേപോലെ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 31 PE. എന്നാൽ L&T ഫിനാൻസിൻ്റെ PE 17, അതേപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽസിൻ്റേത് 14, അതുപോലെ ശ്രീറാം ഫിനാൻസിൻ്റേത് 13 മാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഇത് ഹൈ PEയിലല്ല, അതേസമയം ലോവർ PEയിലുമല്ല, അതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന, എന്നാൽ കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.72 എന്നുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. അപ്പോൾ അത് ശ്രീറാം ഫിനാൻസിൻ്റെയും അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, L&T ഫിനാൻസ് പോലെയുള്ള കമ്പനികളെക്കാളും കൂടുതലാണ്. എന്നാൽ ബജാജ് ഫിനാൻസ്, അതുപോലെ സുന്ദരം ഫിനാൻസ്, ചോളമണ്ഡലം എന്നിവയേക്കാൾ താഴെയാണ് അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ കാണാൻ കഴിയുക. എങ്കിൽ പോലും 3 മുകളിലുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ തീർച്ചയായിട്ടും അതൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എങ്കിൽ പോലും ഈ ഒരു HDB ഫൈനാൻഷ്യൽസിൻ്റെ IPO ഷെയറിനേക്കാൾ താഴ്ന്ന വില, ഏകദേശം പകുതിയോളം വിലയിലാണ് പ്രൈസ് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള പ്രതീക്ഷ. എന്നാൽ അത് 1400 വരെയുള്ള അതിൻ്റെ നിലവിലുള്ള അൺലിസ്റ്റഡ് ഷെയറിൻ്റെ വിലയിലേക്ക് ഉള്ള ഒരു ഗെയിൻ ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പറയാൻ കഴിയില്ല. എങ്കിലും ഒരു 10-15% ഒരു ലിസ്റ്റിംഗ് ഗെയിനിലെ സാധ്യതയാണ് കാണുന്നത്. കൂടാതെ ഇതൊരു 12,500 കോടിയുടെ വലിയൊരു IPO സൈസ് ആയതുകൊണ്ട് തന്നെ എത്രമാത്രം അതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാകുമെന്നും എത്രമാത്രം അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്നും നമുക്ക് പ്രത്യേകിച്ച് നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻ
അത്ര പോസിറ്റീവ് അല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. എങ്കിൽ പോലും ലോങ് ടേം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അൺലിസ്റ്റഡ് പ്രൈസിലേക്ക് ഇത് കയറി വരാനുള്ള സാധ്യത ലോങ് ടേമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഇതൊരു HDFC ബാങ്കിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബാക്കപ്പ് ഇതിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു RBIയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് അത് വളരെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അവർ ലോൺ കൊടുക്കുമ്പോൾ അവർ 75% ലോണും പ്രയോറിറ്റി സെഗ്മെൻറ്റിൽ കൊടുക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, വെഹിക്കിൾ ലോൺസ്, അതേപോലെ എഡ്യൂക്കേഷൻ ലോൺസ്, അങ്ങനെ ഈ റൂറൽ മേഖലയിൽ അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലാണ് ഇവർ കൂടുതലായിട്ട് ലോണുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് വലിയ തോതിലുള്ള അൺസെക്യൂർഡ് ലോൺ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ RBI ഇവരുടെ ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ലോണിൻ്റെ ആ ഒരു ലിമിറ്റ് 60% ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർക്ക് 15% ഇവരുടെ ആ ഒരു ലോൺ ഇനി കോർപ്പറേറ്റ് ലോണുകളായിട്ടോ അല്ലെ മറ്റ് സെക്യൂർഡ് ലോണുകളായിട്ടോ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പല സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്റ്റോക്കുകളിലും നേരിയൊരു അപ്സൈഡ് മൂവ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് FIIയുടെ ശക്തമായൊരു ബൈങ് ആണ് മാർക്കറ്റിലുണ്ടായത്. 5500 കോടിയോളം അവർ ബൈ ചെയ്തതായിട്ട് കാണാം. അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.